അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു ഷീജ ഷഫീഖ്. എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഇക്കാടെ മീറ്റിങ്ങും സൈറ്റിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ വിശേഷമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. ഡേ ടൈമിലൊക്കെ നല്ല ചൂടാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ദുബായിൽ വൈകിട്ട് 6:30 ആയിട്ടുണ്ട്. 6:30 ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ വെയിലിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് സൂര്യനൊന്നും അസ്തമിച്ചിട്ടേ ഇല്ല. അപ്പം ഇപ്പം യാത്ര ചെയ്യാൻ വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല അല്ലേ? അപ്പം അതിൽ നമ്മൾ ഷോപ്പിലാക്കിയിട്ട് ഇപ്പോൾ സ്കൂൾ വെക്കേഷനാണ് കേട്ടോ. നമ്മുടെ UAE-ലൊക്കെ എല്ലാ GCC-ലും ഇപ്പം ചൂട് കൂടുതൽ കാരണം ഇപ്പോഴാണ് നമുക്ക് സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്, സമ്മർ വെക്കേഷൻ. അപ്പം പിന്നെ അത് കാരണം അതിൽ നമ്മൾ ഷോപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഇക്ക രാവിലെ പോയി കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഉച്ചയ്ക്ക് വന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം അതിനെ കൊണ്ടുവന്ന് ഷോപ്പിലാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഇനി അതാണ് ഞങ്ങളുടെ വിശേഷം. ഇക്കാടെ വിശേഷം പറയും. ഷോപ്പ് എങ്ങനെ നമുക്ക് പിന്നെ 1-2 മീറ്റിംഗ് ഉണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ പ്രോജക്റ്റിന്റെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ഇപ്പം നമ്മളുള്ളത് ദുബായ് വേൾഡ് സെന്ററിന്റെ അടുത്താണ്. അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ദുബായ് ലാൻഡിലുണ്ടായിരുന്ന റമൂൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായിരുന്ന മീറ്റിങ്ങുകളെ നമ്മളുടെ വർക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകളായിരുന്നു മൊത്തം. അപ്പോൾ നമ്മൾ ഇന്നാളൊരു വീഡിയോയിൽ കാണിച്ചതുപോലെ നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ റൂഫ് ടൈലാണ്. വില്ലകളുടെ മേളിലൊക്കെ ഓട് വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മളുടെ. അപ്പോൾ ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ ഇവിടുന്നൊക്കെ വരുന്ന ഓടുകൾ നമ്മൾ വില്ലകളുടെ മണ്ടയിൽ മുകളിൽ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. ഇക്ക 8 വർഷമായിട്ട് ഇതേ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അൽഹംദുലില്ലാ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് ഷോപ്പേ ഉള്ളോ, നിങ്ങൾക്ക് ഷോപ്പ് അല്ലാതെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ഇപ്പൊ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്കുള്ള പരിപാടി അല്ല, അത് നമുക്ക് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് കമ്പനി ഉണ്ട്. പക്ഷെ നമുക്ക് അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അത് അങ്ങനെ ഉള്ളവർക്ക് നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയകളിലൂടെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാല് നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ പരിചയത്തിലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇതുപോലെ വർക്കുകൾ കാണുകയോ അറിയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു വർക്കായല്ലോ. അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. കുറെ പേര് നമ്മുടെ അല്ലാതെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഷോപ്പ് മാത്രമല്ല, ഇക്കാക്ക് കൺസ്ട്രക്ഷൻ വർക്കുകളുണ്ട്. കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ മെയിൻ ബിസിനസ്. മൊഹേസ്ന 4-ൽ മദീന മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഷീജ ഷഫീഖ് ബോട്ടിക്ക് കൂടാതെ നമുക്കുള്ളത് ക്ലിയർ റൂഫ് ടൈൽ സപ്ലൈ ആൻഡ് ഇൻസ്റ്റലേഷന്റെ പരിപാടിയുണ്ട്. വില്ലകളുടെ മുകളിലും ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിലും ഒക്കെ നമ്മൾ ഒരുപാട് ഓടുകൾ വെച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ UAE-ലൊക്കെ ഉള്ളവർ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് വില്ലയുടെ മുകളിലൊക്കെ ഓടും, ബിൽഡിങ്ങിന്റെ മുകളിൽ ഇപ്പം വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് വർക്ക് നടക്കുന്നവർ 4 സൈറ്റിൽ വർക്ക് നടക്കുന്നുണ്ട്. അത് ഷാർജയിലും ഇവിടെ കവാനീജിലും മിസ്സറിലുമായിട്ടാണ്. ഷാർജയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സിയു എന്ന് പറയും. സിയുലും റഹ്മാനിയയിലും ഓരോ വില്ലകൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണമുള്ളത് കവാനീജിലാണ്, പിന്നെ ഒരെണ്ണം മിസ്സറിലാണ്. ഈ 4 വർക്കാണ് ഇപ്പോൾ ഓൺ ഗോയിങ് പ്രൊജക്റ്റുകളായിട്ട് നടക്കുന്നത്. പിന്നെ കുറേ എണ്ണം പൈപ്പ് ലൈനിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളും ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ആ വർക്കുകളൊക്കെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, നല്ല രീതിയിൽ ചെയ്തു പോകും. അപ്പം അതാണ്. അപ്പോൾ UAE-ലൊക്കെ എവിടെങ്കിലൊക്കെ കൺസ്ട്രക്ഷൻ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ വർക്ക് എവിടെയാണ് നമ്മൾ എടുക്കും കേട്ടോ. അപ്പൊ നമ്മളിപ്പം ദുബായ് മാത്രമല്ല, ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫുജേറയിൽ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ. അബുദാബി ചെയ്തിട്ടുണ്ട്. അലൈനിൽ വലുതായിട്ട് പോയി ചെയ്തിട്ടില്ല, സപ്ലൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അബുദാബിയിൽ ഇഷ്ടം പോലെ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അബുദാബി ഖലീഫ സിറ്റിയിലും പിന്നെ അവിടെ ഒരുപാട് വർക്കുകൾ നമ്മൾ ടൗണിലൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇക്കാടെ കൺസ്ട്രക്ഷൻ ഫീൽഡാണ് കേട്ടോ. അപ്പൊ നിങ്ങള് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ നമ്മുടെ ഓട് വെക്കേണ്ട പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്കായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതേ കണക്ക് ഡ്രസ്സ് എവിടെ വേണമെങ്കിലും ഷീജ ഷഫീഖ് ബോട്ടിക്ക് നമ്മുടെ UAE-ൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമ്മളുടെ ഷീജ ഷഫീഖ് ബോട്ടിക്കിൽ നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ മാത്രം അഡ്വർടൈസ് ചെയ്താൽ പോരല്ലോ, അപ്പൊ 2 പേരുടെയും കൂടെ ചെയ്യണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഒക്കെ ലേഡീസ് ഗാർമെന്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ചുരിദാറുകള്, കുർത്തീസ്, ഗൗണുകള് ഇതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അതെ, അപ്പം അതാണ് നമ്മുടെ ജോബിന്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ആ വിശേഷമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് അധികവും രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ അധികം സൈറ്റിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ലൂസ് ഉറക്കം എഴുന്നേക്കത്തില്ല, അല്ലൂസ് ഉറക്കത്തിലായിരിക്കും. ഇന്ന് പക്ഷേ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക്
രണ്ടാമത് പോവേണ്ടി വന്നത് കാരണം അല്ലൂസിന് നിർബന്ധം പാപ്പയുടെ പോകണം. അങ്ങനെ ഞങ്ങളും ഇറങ്ങിയതാണ്. പിന്നെ അവിടെ ഫസ്റ്റ് വർക്കിന്റെ നമ്മള് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. നമ്മള് പണ്ട് ഇപ്പം ഞാൻ 2003 ദുബായിൽ വന്ന് 2006 ഷീജ വരുന്നത്. ഈ 2006 തൊട്ട് തന്നെ നമ്മളുടെ വർക്കിനകത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയാലും ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും പോകാറുള്ളത്. 2003 ആ കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ദുബായ് ഇന്റർനെറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ദുബായ് ഇന്റർനെറ്റ് സിറ്റി, മീഡിയ സിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്നും ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഷീജ എൻ്റെ കൂടെ വരാറുണ്ടായിരുന്നില്ലേ. വന്നിട്ട് അവിടെ നമ്മളുടെ ഓഫീസിൽ വന്ന് വെയിറ്റ് ചെയ്യാറുണ്ട്. അന്ന് ഞാൻ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലുള്ള കമ്പ്യൂട്ടർ അസോസിയേറ്റ്സ് CA എന്ന് പറയുന്ന ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഷീജ എൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് അതെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് അപ്പൊ എന്റെ കൂടെ അവിടെ വരാറുണ്ടായിരുന്നു. വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് 6 മണിക്ക് ഓഫീസ് കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പോൾ അന്ന് കാലം തൊട്ട് തന്നെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കൂടുതൽ സമയങ്ങളിലും ഉണ്ടാകാറുള്ളത്. അൽഹംദുലില്ലാ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ. എപ്പോഴും ഒരുമിച്ചിരിക്കുക, കഴിയുന്നിടത്തോളം സമയങ്ങളിൽ പാർട്ട്നേഴ്സിന്റെ ഒപ്പം ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് പടച്ചോൻ സഹായിച്ച്. അതിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരുമിച്ച് നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് ഒരുമിച്ച് കഴിയാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് തന്നെ ഇരിക്കുക. ഏറ്റവും നല്ല സുഹൃത്തുക്കളും സൗഹൃദങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ സ്വന്തം പാർട്ട്ണർക്കൊപ്പമാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ പ്രവൃത്തികളും നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നത് നമ്മളുടെ സന്തോഷകരമായ ജീവിതത്തിന് നമുക്കൊപ്പം ഉള്ളവരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ടാവണമല്ലോ. എല്ലാരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഇവിടെ ഒന്ന് കഷ്ടപ്പെടും. ഇവിടെയല്ലേ ഇവിടെയല്ലേ നാട്ടിലല്ല എല്ലാരും കഷ്ടപ്പെടുന്ന എന്തിനാ? പൈസ ഉണ്ടാക്കി സന്തോഷമായിട്ട് ജീവിക്കാൻ. അവൻ യൂട്യൂബ് കാണുക ബാക്കിൽ അത് വേണ്ടമാണ് പിറയിട്ട്. അപ്പൊ പിന്നെ അപ്പൊ മറ്റേത് രാവിലെയൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലൂസ് എഴുന്നേക്കത്തില്ല കേട്ടോ. അപ്പം ഇന്ന് വന്നപ്പോഴത്തേക്ക് അല്ലൂസിന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ഇറങ്ങി. പിന്നെ വെയിലൊന്നും ഇല്ലല്ലോ, ഇപ്പൊ യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട്. രാവിലെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ചൂട്. ഒന്നത് രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉറക്കമായിരിക്കും. ഇപ്പം വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങി. ഇനി ഞങ്ങൾ നേരെ സൈറ്റിലൊക്കെ കഴിഞ്ഞ് സൈറ്റിൽ 2 സൈറ്റ് അങ്ങോട്ട് നോക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ എത്തി. ദുബായ് ജബലലിയുടെ ആ ഭാഗത്തങ്ങാണ്ട് എത്തി അല്ലേ. നമ്മളിങ്ങനെ ദുബായിയുടെ എൻഡിലെത്തി. അപ്പം ഇനി ആ 2 സൈറ്റും കൂടെ നോക്കിയതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ഷോപ്പിൽ പോകുമ്പം അതിൽ പിന്നെ ഷോപ്പിൽ വീട്ടിൽ പോകും. ഞങ്ങൾ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ മദീന മാളും ഞങ്ങളുടെ വീടും തമ്മിൽ. അപ്പം അതിലങ്ങ് വീട്ടിൽ പോകും. ഞങ്ങൾ ഷോപ്പിലിരിക്കും. പിന്നെ ഷോപ്പൊക്കെ അടച്ചിട്ട് വൈകിട്ട് ഞങ്ങൾ പോകും. അതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സമ്മർ പരിപാടി. പിന്നെ വേറെന്താ പറയാൻ വരുന്നത്? അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ കിട്ടുന്ന സാഹചര്യങ്ങളിൽ കഴിയുന്നിടത്തോളം ഒരുമിച്ച് നിൽക്കുക, സന്തോഷമായിട്ടിരിക്കുക. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ തീർന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല്ലൊന്നും നമുക്കറിയത്തില്ല. പ്രശ്നത്തിനോടൊപ്പം ജീവിച്ചങ്ങ് പോവാം. കിട്ടുന്ന ഓരോ നിമിഷങ്ങളും സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ സന്തോഷിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരാണ്, എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം കിട്ടുന്ന എല്ലാ നിമിഷങ്ങളും സന്തോഷിക്കുക. മറ്റുള്ളവർക്ക് ഏത് ഭാഷയിലും ഒരു ഇതുണ്ടല്ലോ, ഏത് ഭാഷക്കാർക്കും പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിയാണ്, പുഞ്ചിരി. അപ്പം അത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ചിരിച്ച് പറഞ്ഞു. എനിക്കൊക്കെ നല്ല ടെൻഷനൊക്കെ ഉള്ളത് ഈ മനുഷ്യൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്നത്. എനിക്കൊക്കെ നല്ല ടെൻഷനുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആൾക്കാർ വിചാരിക്കും ഇത്തിരി നല്ല കെട്ടിയവൻ ആന്ന് ശരിക്കുമായി തെറ്റ് പറയാൻ പറ്റുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ സ്വയം വെളുപ്പിക്കൽ എന്ന് പറയും. സ്വയം വെളുപ്പിക്കാതെ ഇപ്പൊ എന്തായിരുന്നാലും നമുക്കെതിരെ കുറ്റങ്ങൾ പറയാനും കുറവുകൾ കണ്ടെത്താനും ഒരുപാട് പേരുള്ള ഈ ലോകത്ത് നമ്മളെയും കൂടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടി പറയാൻ ആരെയും ഞങ്ങൾ കുറെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ഒരാളുടെ കുറ്റം പറയാൻ ആരും ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായിട്ട് അവരതങ്ങനെ സംഭവിച്ചോളൂ. കുറ്റങ്ങൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ജീവിക്കാനുള്ളത് ജീവിച്ചോണ്ടേയിരിക്കും. അപ്പൊ അതാണ് മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജീവിതം നമ്മൾ ജീവിക്കുക. അതാണ് വേണ്ടത്. എല്ലാവരും, നമ്മൾ മാത്രമല്ല എല്ലാവരും അങ്ങനെയാണ് വേണ്ടത്. റോഡിലൊന്നും വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഈ ഏരിയ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പൊ 6:45 ടൈം ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ
കൂളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയാണ്. വലിയ ട്രാഫിക്കും കാര്യം ഇതുവരെ നമ്മൾ ട്രാഫിക് കിടന്നതേ ഇല്ല അല്ലേ? ട്രാഫിക് ഒന്നും ഇല്ല, നല്ല സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്റെ ടോപ്പ് എങ്ങനെയുണ്ട് അല്ലേ? വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? നമ്മുടെ അത് ഞാൻ വേണ്ടത് സത്യമായിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ്. നിങ്ങളുടെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് ആൾക്കാർ നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടാ കാണുന്നതെന്നൊക്കെ പറയണേ, കമന്റിൽ എഴുതണം. അപ്പൊ നമുക്കൊരു സന്തോഷമാണ്. നിങ്ങളുടെ ദുനിയാവിന്റെ ഏത് ഭാഗത്തിരുന്നിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെന്ന് അറിയാൻ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മുടെ ഷോപ്പിലൊക്കെ റീസെന്റിൽ വന്നിട്ടുള്ള ഒരുപാട് ഉമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ നാട്ടി വെച്ചേ കാണാറുണ്ട്. നമുക്കറിയാത്ത കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡൊക്കെ ഉള്ള ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ എന്നും കാണാറുണ്ട്. എങ്ങനെയാണ് അവിടെയൊക്കെ എത്തിപ്പെട്ടതെന്നുള്ളത് നമുക്കറിയുന്നില്ല. അപ്പോഴാണ് നമുക്ക് ഒരു ചിന്ത വന്നത്. അപ്പൊ നമുക്കിങ്ങനെ ചോദിച്ചു നോക്കാം, നമ്മളുടെ വീഡിയോയിലൂടെ നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം എവിടെ നിന്നാണ് ആൾക്കാർ ഇത് കാണുന്നതെന്നൊക്കെ. അതെ, അപ്പൊ എവിടെ ഇരുന്ന കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കമന്റിലൂടെ അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതെ, അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പിള്ളേർ സെറ്റുകൾ നമ്മളുടെ പിന്നെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ, എന്റെ ഫാനാ കുഞ്ഞുങ്ങൾ, ഒരുപാട് മക്കളുണ്ട്. അതെ, പിന്നെ ഒരുപാട് പേര് നമ്മളുടെ ഷോപ്പിലെ വീഡിയോസിന്റെ ഫാനായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട്, ഒരുപാട് പേര് വരാറുണ്ട്.